അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ജംഇലെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, നമ്മുടെ ജംഇന്റെ 45ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു ക്ലാസ് വിടേണ്ടതായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം കൊണ്ട് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കുക. നമ്മൾ എണ്ണി വരുന്നത് കബീറത്തിനെ കുറിച്ചാണല്ലോ ജമ്മില്. ഒമൻ സക്കാത്തി, മറ്റൊരു കബീറത്തായി വരുന്നതാണ് സക്കാത്തിനെ തടയുക, സക്കാത്ത് കൊടുക്കാതിരിക്കുക. കൊടുക്കേണ്ട സമയമായി സമ്പത്തൊക്കെ ഉണ്ടായിട്ടും അവകാശമൊക്കെ ഉണ്ടായിട്ടും കൊടുക്കാതിരിക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞു, മാമിൻ സാഹിബിൻ, ഒരൊറ്റ സ്വർണത്തിന്റെയോ വലഫില്ലത്തിൻ വെള്ളിയുടെ ഉടമസ്ഥനുമില്ല, ലായു അദ്ദി മിൻഹ, ഇവകളിൽ നിന്ന് സ്വർണം വെള്ളി ഇവകളിൽ നിന്ന് വീട്ടുന്നില്ല, ഹഖഹ, അവകൾക്കുള്ള ഹക്കിനെ വീട്ടുന്നില്ല. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിശ്ചിത കണക്ക് പ്രകാരമൊക്കെ റെഡിയായി നിൽക്കെ അതിന്റെ നിശ്ചിത തുക സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വീട്ടിയില്ല ഉടമസ്ഥനുമെങ്കിൽ, ഇല്ലാ ഇദാകാന യൗമുൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ആ ഉടമസ്ഥൻ ആയിട്ടല്ലാതെയില്ല. എന്ത്? സുഫിഹത്ത് ലഹു സഫായിഹു മിന്നാരിൻ, തീയിലിട്ടിട്ട് വാർത്തുണ്ടാക്കപ്പെട്ടതായ ഒരു പലകയുണ്ട്. ആ പലകയാക്കിയിട്ട് ആക്കപ്പെടും അവന് വേണ്ടിയിട്ട്. ഓഹിമി അലൈഹ, അങ്ങനെ ആ പലകയുടെ മേലിട്ടിട്ട് ചൂടാക്കും അവന്. പീനാരി ജഹന്നമ, നരകത്തിലിട്ട് അവന്റെ മേലിങ്ങനെ ചൂടാക്കും. ഫയുക്കുവാബിഹ, അങ്ങനെ ആ സ്വർണം വെള്ളിയൊക്കെ പാടെ ഒരുക്കി ഉണ്ടാക്കി പലകയാക്കിയിട്ട് എന്താക്കും? തീയിട്ട് ചൂടാക്കിയെടുത്ത ആ പലക അവന്റെ ജംബുഹുവ ജബീരുഹു ലഹുറുഹു, അവന്റെ എല്ലാ ഭാഗങ്ങളെയും അതുകൊണ്ട് ഉരുക്കി പാരുന്ന ഈ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത് ഷെയ്ഖാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇങ്ങനെ ഒരു കടുത്ത ശിക്ഷ അതിന് വരണമെങ്കിൽ കബീറത്തായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് മൻഉ സക്കാത്തിന് തെളിവായി കൊടുത്തത്. വയഇസ്റു റഹ്മത്തി, ഇനി റഹ്മത്തിനെ തൊട്ട് ആശമുറിയ, റഹ്മത്തിനെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുക, അതും തെറ്റാ. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയൂല ഇല്ലൽ ഖൗമുൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനതയല്ലാതെ. അല്ലാഹു ഒരുപാട് റഹ്മത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പാപമോചനം ചെയ്യുമ്പോൾ സ്വീകരിക്കുക, പുറത്തു കൊടുക്കുക, അഫൂ ചെയ്യുക. ഇങ്ങനെയുള്ള റഹ്മത്തുകളെ തൊട്ടൊക്കെ ആശമുറിയുക മുഅ്മിന് യോജിച്ചതല്ല, കാഫറാണ് ചെയ്യുക. അപ്പൊ കുഫറിന്റെ പണിയാണ് ആശമുറിയ എന്നുള്ളത്. അത് മുഅ്മിനുണ്ടായാൽ വൻ കുറ്റമായി. അമ്നിൽ മഖരി, അതുപോലെ തന്നെ ചതി, ശിക്ഷ എന്നൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യത്തെ തൊട്ട് നിർഭയമായിരിക്കുക. അല്ലെങ്കിൽ ബിസ്തിർസാലിൽ വാസി, തെറ്റുകൾ ഇങ്ങനെ അഴിഞ്ഞാടുക. ഒലിത്തിക്കാരിൽ അഫുവ്, തെറ്റ് നല്ലോണം ചെയ്തിട്ടൊക്കെ അള്ള മാപ്പാക്കും പറഞ്ഞ ആൾക്കാർ, അത് വലിയ ഒരു അപകടമാണ്. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഫലാ യഅ്മനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ നിർഭയമാകൂല ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടാളികളായ ജനതയല്ലാതെ എന്ന. അപ്പൊ അത് കബീറത്താ. വൽ മറ്റൊരു പരിപാടി ലിഹാർ, അതും കബീറത്താ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഖൗലുർ റജുലി, ഒരാള് പറയുക, ലി സൗജത്തിഹി, തന്റെ മണവാട്ടിയോട് പറയുക, അൻതി കലഹരി ഉമ്മി, നീ എന്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാനെ പോലെ നീ ഹറാമാണെന്ന് പറയുക. ഇതാണ് ലിഹാർ. ഈ ലിഹാറും തെറ്റാ. ഖാല അല്ലാഹു തആല ഫിഹി, അതിലായി അല്ലാഹു തആല പറഞ്ഞത്, വഇന്നഹും ലയഖൂലൂന മുൻകറൻ മിനൽ ഖൗലി വസൂറാ, വാക്കിൽ വെറുക്കപ്പെട്ടതായ കുറ്റമുള്ളൊരു വാക്ക് അവർ പറയുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഐ തശബ്ബഹു സൗജത ബിൽ ഉമ്മി ഫി തഹരീമി, ഉമ്മ ഹറാമാണല്ലോ ഒരു വിഷയത്തിൽ, ആ ഹറാമാക്കുന്ന കാര്യത്തിൽ ഉമ്മയെപ്പോലെ സൗജിനെ തുല്യപ്പെടുത്തി പറയുക. ഇതാണ് ലിഹാർ. അപ്പൊ ഇത് പറയുന്ന പരിപാടി തെറ്റാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കുറ്റമുള്ളൊരു വാക്കുകൾ പറഞ്ഞ് അവത് കബീറത്തായി. വലഹമിൽ ഖിൻസീരി വൽ മൈത്തത്തി, ശവത്ത് തിന്നുക, പന്നിമാംസം തിന്നുക. അതനാവിലിഹി, അതിനെ എന്താവുക, ഉപയോഗിക്കുക, അല്ലെങ്കിൽ വൈര് ലറൂറത്തിൻ, ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത്. ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിന് ഘട്ടം മാറും, അപ്പൊ ഹറാമ് വരില്ലല്ലോ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ, നബിയെ പറയണം,
ലാ അജിദു ഫീമാ ഊഹി ഇലയ്യ, എന്നിലേക്ക് ദിവ്യ സന്ദേശം നൽകപ്പെട്ടതിൽ ഞാൻ എത്തിച്ചിട്ടില്ല, മുഹറമൻ ഹറാമാക്കപ്പെട്ടതിന്, അലാ ത്വാഇമിൻ ഭക്ഷിക്കുന്നവന്റെ മേൽ, യദ്അമുഹു അതിനവൻ ഭക്ഷിക്കും, അങ്ങനെ ഭക്ഷിക്കുന്നവന്റെ മേൽ ഹറാമാക്കപ്പെട്ടതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നിലേക്ക് വഹി നൽകപ്പെട്ടതിൽ ഞാൻ എത്തിച്ചിട്ടില്ല. ഇല്ലാ യകൂന മൈത്തൻ ഔ ദമൻ മസ്ഫൂഹ എന്ന ഔ ലൗമൻ ഖൻസീറ, ശവം, അതുപോലെ തന്നെ ഒലിപ്പിക്കപ്പെടുന്ന രക്തം, അതുപോലെ തന്നെ പന്നിമാംസം, ഇതൊക്കെയാണ്. ഇതൊഴിച്ച് ബാക്കിയൊക്കെ തിന്നാം. ഇത് ഹറാമാണ് എന്നർത്ഥം. ഇതൊക്കെ അഴുക്കുകളാണ്, അവ തിന്നാൻ പാടില്ല. അപ്പോ ഈ ഹദീസിലുണ്ട് മൈത്തത്ത് പാടില്ല, ദവ് തിന്നാൻ കുടിക്കാൻ പാടില്ല, പിന്നെ പന്നിമാംസം തിന്നാനും പാടില്ല. അവ ഹറാമാണ്, അത് കബീറത്തുമാണ്. പിന്നെ ഫിത്രി റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പ് മുറിക്കുക. ഒരു കാരണമില്ലാതെ വെറുതെ മുറിക്കുക. അന്ന സോമഹു, കാരണം നോമ്പ് വിൽക്കുക എന്നുള്ളത് അർക്കാനിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ഫറളുകളിൽ പെട്ടതാണ്. ഇപ്പൊ ഫിത്രു, അപ്പോ നോമ്പ് മുറിക്കല് ഈ ഒന്നിനു അത് അറിയിക്കുന്നുണ്ട്. നോമ്പ് നോൽക്കാതെ നടക്കലേ ബിഖില്ലത്തി ഫിറാസി മുർത്തഖിബിഹി ബിദ്ദീനി, ദീനുമായി ഇത്തരം തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു ശ്രദ്ധയുമില്ല എന്ന് അറിയിക്കുന്നുണ്ട്. അപ്പൊ അത് ഗബീറത്ത. ഇനി ഒലൂലും ഗബീറത്ത. ഹുവ ഒലൂൽ എന്ന് പറഞ്ഞാൽ അൽ ഖിയാനത്തു ഫിൽ ഗനീമത്തി, സമരാർജിത ഹമ്പത്തിൽ, അഥവാ യുദ്ധക്കളത്തിൽ ശത്രുക്കളോട് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പടവെട്ടി ശത്രുക്കളുമായി ജയിച്ച് മുസ്ലിങ്ങൾക്ക് ശത്രുവിന്റെ സ്വത്തിൽ കിട്ടുന്ന ഒരു വിഹിതമാണ് സമരാർജിത സമ്പത്ത്, ഗനീമത്ത്, അതിൽ വഞ്ചിക്കുക. ഖാലഹു അബൂ ഉബൈദ, അബൂ ഉബൈദ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമൻ യഉൽ യഅതി ബിമാ ഖല്ല യൗമൽ ഖിയാമ, വല്ലവരുത്തനും വഞ്ചിച്ചാൽ ആ വഞ്ചിച്ച സാധനം എന്തുണ്ടോ അതുമായിക്കൊണ്ട് അന്ത്യദിനത്തിൽ അവൻ വരും. മാസറില വരിക, അവിടെ ആർക്കത് വേണ്ടി വരില്ലല്ലോ, അത് വലിയൊരു ഭക്ഷണത്തരല്ലേ. അപ്പൊ അത് ഗബീറത്താണ്. ഇനി മറ്റൊരു ഗബീറത്ത് ഏതാ? മുഹാറബത്ത്. മുഹാറബത്ത് എന്ന് പറഞ്ഞാൽ വയ്യ ഖത്വ ത്വരീഖി അനിൽ മാരീന, വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ മേൽ വഴിയെ മുറിക്കുക, വഴി തടസ്സം ചെയ്യുക. എന്തുകൊണ്ട്? ബി ഇഖാഫത്തിയും, അവരെ പേടിപ്പിച്ചിട്ട് വഴി തടയുക. ഇത് തെറ്റാ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ബിൽ അർളി ഫസാദാ, നിശ്ചയമായിട്ടും ഒരു കൂട്ടർക്കുള്ള പ്രതിഫലം. ആരാണ് ആ കൂട്ടർ? അള്ളാഹുവിനോടും റസൂലിനോടും അവര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു, മത്സരിക്കുന്നു, ഭൂമി ലോകത്ത് ഫസാദും വിതറി അവിടെ നടക്കുകയും ചെയ്യുന്നു. ഇത്തരം ആളുകൾക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞ ആയത്തിൽ യുഹാരിബൂന എന്നുണ്ട്. അതിന്റെ മസ്തറല്ലേ മുഹാറബത്ത്. അപ്പൊ മുഹാറബത്ത് എന്താന്ന് പറഞ്ഞു? നടന്നു പോകുന്ന ആളുടെ മേൽ വഴിയെ പേടിപ്പിച്ച് മുറിച്ചു വിടുക. ഇത് പേടിപ്പിച്ചു വിടുക, വഴികൊള്ളക്കാർ. ഇത് ഗബീറത്ത. വസ്സിഹിരി, അതുപോലത്തെ സിഹർ, ഒരു റിബ, പലിശ, ഇതൊക്കെ കബീറത്ത. ബിൽ മുവഹദത്തി, മുവഹദത്തോണ്ട് വായിക്കരുത്. റിബ, റിയാ ഇത് വായിക്കരുത് അർത്ഥം. ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദഹുമ, സിഹറിനെയും അഥവാ മാരണം, റിബ, പലിശ, ഇത് രണ്ടിനെയും നിമിതങ്ങൾ എണ്ണി. ബിൽ സമീഅൽ മൂബിഖാത്തി ഫിൽ ഹദീസി സാബിഖി, മുമ്പ് പറഞ്ഞ ഹദീസിൽ കാണാം സമീഅൽ മൂബിഖാത്തിൽ, അഥവാ അവസാനം ചീത്തയായി മരിക്കലിൽ നശിപ്പിക്കുന്ന തെറ്റുകളുടെ എണ്ണം. അതിലായിട്ട് നിമിതങ്ങൾ ഇത് എണ്ണി വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സിഹറും റിബയും കബീറത്താണ് എന്ന്. പിന്നത്തെ കബീറത്ത് ഇദ്മാനി സഗീറത്തി, ചെറിയ തെറ്റ് പതിവായി ചെയ്യുക. ഇദ്മാനിന്റെ അർത്ഥം അൽ മുവാളബത്തി അലൈഹ മിൻ നൗഇൻ ഔ അൻവാഇൻ, ഒരു ഇനത്തിൽപ്പെട്ട തെറ്റാവാം, അല്ലെങ്കിൽ പല ഇന ചെറിയ തെറ്റുകളായിരിക്കാം, അത് പതിവായി ചെയ്യുക. ലൈസത്തിൽ കബായിറു, കബായിറുകൾ ഇത്തിരി നമ്മൾ എണ്ണിയെങ്കിൽ ഇത് മാത്രമല്ലട്ടോ. വലൈസത്തിൽ കബായിറു, കബീറത്തുകൾ അല്ല, മുൻഹസിറത്തൻ, തിട്ടമല്ല, ക്ലിപ്തമല്ല, ഫീമ അദ്ദഹു, ഇപ്പൊ എണ്ണിപ്പോന്ന ഈ കാര്യത്തിലൊന്നും നിൽക്കുന്നതല്ല, അതിന്റെ അപ്പുറമുണ്ട്. കമാ അശാറ ഇലൈഹി ബിൽ കാഫി ഫി അവലിഹ, നിന്റെ ആദ്യത്തെ തന്നെ കാഫിട്ടുകൊണ്ട് മുസന്നിഫ് സൂചിപ്പിച്ചതുപോലെ. അപ്പൊ അയിമത് മനസ്സിലാക്കാം ഇതില് മാത്രം ഒതുങ്ങിയതല്ല, ഇനി ഒരുപാടുണ്ട് എന്ന്. വമാ വറദ മിൻ ഹദീസ് സ്വഹീഹൈനി, സ്വഹീഹായ ബുഖാരി മുസ്ലിമിന്റെ ഹദീസിൽ വന്നത് അൽ കബായിറു, കബായിറത്തുകൾ, വൻകുറ്റങ്ങൾ, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിന് പങ്കു ചേർക്കുക, വസ്സിഹ്റു, മാരണം, വഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കൾ വെറുപ്പിക്കൽ, വഖത്ലുൻ നഫ്സി, സ്വന്തം ഖത്ലുൻ നഫ്സി, ശരീരത്തെ കൊല്ലുക എന്ന് പറഞ്ഞ ഹദീസ്.
ഇതാണ് സഹീഹായ ഹദീസിലുള്ളത് ബുഖാരി മുസ്ലിമില്. പിന്നെ സാദുൽ ബുഖാരി ഇമാം കൂടുതലാക്കി പറഞ്ഞു വൽ യമീൽ ഖുബൂസ് കള്ളസത്യം എന്ന്. മുസ്ലിം റളിയല്ലാഹു അൻഹു ബദലഹ വൽ യമീൽ ഖുബൂസിന് പറഞ്ഞ വ ഖൗലു സൂർ എന്നും പറഞ്ഞു. ഇങ്ങനെ ഹദീസിൽ കാണുന്നു. ഇനി നോക്കൂ, ഹദീസുഹുമ അവ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് കാണാം. ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത് 7 വൻ കുറ്റങ്ങളെ നിങ്ങൾ ദൂരീകരിക്കണം. എന്നിട്ട് പറയുന്നു അശ്ശിർകു ബില്ലാഹി വസ്സിഹ്റു വഖത്ലു നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വഅക്ലു മാലിൽ യതീമി വഅക്ലു റിബാ വതവല്ലി യൗമ സഹഫി വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി എന്ന് പറഞ്ഞ ഹദീസും കാണുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ ഹദീസിന് കൂടുതൽ ഇതിലുണ്ട്. ഒന്നാമത് പറഞ്ഞു അള്ളാഹുവിന് പങ്കേർക്കുക, 2 മാരണം, 3 കൊല്ലൽ ഹറാമാക്കിയ വസ്തുവിനെ കൊല്ല ഹക്ക് കൂടാതെ, അനാഥ സ്വത്ത് ഭക്ഷിക്കുക, പലിശ തിന്നുക, യുദ്ധക്കളം കൊടുമ്പിരി കൊള്ളുമ്പോൾ പിന്തിരിഞ്ഞു ഓടുക, സ്വാലിഹികളായ സദ്വൃത്തുകളായി ജീവിക്കുന്ന മുസ്ലിമായ പെൺകുട്ടികളെ പറ്റി വ്യഭിചാരാരോപണം നടത്തുക, ഈ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ. അത് ഇവകളിൽ ഏതാണോ ആവശ്യമായത് എങ്കിൽ ആ ആവശ്യമായതൊക്കെ വ്യാഖ്യാനിക്കുന്ന മേൽ ചുമത്തപ്പെടേണ്ടതാണ്. എപ്പോ? വഖത്ത ദിക്രി, ഈ ഹദീസ് പറയുന്ന സമയത്ത് എന്തൊക്കെയാണോ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന അതിലുണ്ടെങ്കിൽ അതൊക്കെ ആവശ്യത്തിനനുസരിച്ചെടുത്തിട്ട് വ്യാഖ്യാനിച്ചോളി, അത് ആവശ്യമുള്ളത് എടുത്ത് വ്യാഖ്യാനിച്ചോളി എന്നാണ്. വഖദ് ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹിയാ ഈ കബായിറുകള് ഇലാ 70 അൽറുബിൻ, ഇത് 70 ഇനത്തിലേക്ക് നീങ്ങും എന്നതാ. അപ്പൊ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹിയ അത് അഖറബ് 70ലേക്ക് അടുപ്പെട്ട, അഖറബ് അഖറബല്ല 70ലേക്ക് അടുത്തുണ്ട്, 700ലേക്ക് അടുത്തുണ്ട് എന്നാണ് സഈദ് എന്നവര് പറയും. ഇബ്നു അബ്ബാസ് നിങ്ങൾ 70ഉം യഅനി ഇങ്ങനെ പറയുമ്പോ എന്താ ഇത് മനസ്സിലാക്കണം? എഹ്തിമാരി അസ്നാഫി അൻവാഇഹാ, കബായിറുകളുടെ ഇനങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിന്റെ വകുപ്പുകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ എണ്ണം കൂടുതലായി വരുന്നത്. അപ്പൊ എത്രയോ ഉണ്ട് കബായിറുകൾ എന്ന് മനസ്സിലാക്കാം. ചുരുക്കി നമ്മുടെ ജംഇൽ ഇത്രയും കബായിറുകൾ നമ്മൾ എണ്ണി അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു മസ്അലയിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള ജംഇലെ പണ്ഡിതന്മാരെ, 46ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അള്ളാഹു ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇഖ്ബാറാണ്. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അൽ ഇഖ്ബാർ, ഇഖ്ബാറാണ്. അൻ ഷൈഇൻ ആമിൻ ലിന്നാസി, ജനങ്ങളെയാകെ ഉൾപ്പെടുത്തുന്ന ഒരു വസ്തുവിനെ തൊട്ടുള്ള ഇഖ്ബാറാണ്. ലാ തറാഫുഅ ഫീഹി, ആ ഇഖ്ബാറിൽ ഇല്ല, എന്തില്ല? ഉയർത്തലില്ല. ഇലൽ ഹുക്കാമി, വിധികർത്താക്കളിലേക്ക് ഒരു ഉയർത്തലില്ല. അപ്പോ വിധികർത്താക്കളിലേക്ക് ഉയർത്തൽ ഇല്ലാതെ ജനങ്ങളാകമാനം ഉൾപ്പെടുത്തുന്ന ഒരു വസ്തു, അതിനെക്കുറിച്ച് വിവരം നൽകുക എന്നുള്ളതാണ് അർ-റിവായത്തു, റിവായത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോ ഇഖ്ബാറിനെ ഖബറാക്കിയിട്ട് റിവായത്തിനെ പൂർത്തിയാക്കുക, അങ്ങനെ അർത്ഥം വെച്ചോളൂ. പിന്നെ വഖിലാഫുഹു, അതിന് എതിരാണ് അൽ ഇഖ്ബാറു. ഖിലാഫ് എന്താണ്? അൽ ഇഖ്ബാറു അൻ ഖാസിൻ ബിബഅദിൻ നാസി, ജനങ്ങളാകെ ഇല്ല, ചില ജനങ്ങൾ, അവരോട് മാത്രം പ്രത്യേകമായതിനെ തൊട്ട് വർത്തമാനം പറയല. അത് യുംകിനു തറാഫു ഫീഹി ഇലൽ ഹുക്കാം, അതിലെന്തുണ്ടാവും? ആ ഇഖ്ബാറില് ഹാക്കിമികളെ കൊള്ള ഉയർത്തൽ വരും. അപ്പൊ ഹുക്കാമികളെ കൊള്ള ഉയർത്താൻ സൗകര്യമുള്ള രീതിയിൽ ചില ജനങ്ങൾ കൊണ്ട് പ്രത്യേകമായി നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വിവരം നൽകലാണ് ഖിലാഫ്. ഈ ഖിലാഫാണ് അഷ്ഷഹാദത്തു, ഷഹാദത്ത് എന്നുള്ളത്.
അപ്പോ ഖിലാഫു ഷഹാദത്ത്. അപ്പൊ ഇത് ഷഹാദത്ത് എന്താണ് എന്നും റിവായത്ത് എന്താണെന്നുമുള്ള തഅരീഫാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടെ ലക്ഷ്യമുള്ളത്. അപ്പോ റിവായത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായി? ഹാക്കിമീകളെ കൊള്ള ഉയർത്തൽ ഇല്ലാത്ത വിധം ജനങ്ങളെ എല്ലാവരെയും ബന്ധപ്പെടുന്ന രീതിയിലുള്ളൊരു വർത്തമാനം പറയുക എന്നുള്ളതാണ് റിവായത്ത്. എല്ലാവർക്കും അത് ബാധകമാണ്. അതിനിപ്പോ ഉദാഹരണം എങ്ങനെയെന്ന് ചോദിച്ചാല് പറയാ, ഒരു പറയുന്ന ആൾക്ക് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞു. ഇവിടെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഈ പറഞ്ഞത് എല്ലാവർക്കും ബാധക. നിയ്യത്ത് കൊണ്ടാണ് അമലുകൾ ശരിയാവുക എന്ന് പറയുന്ന ഈ അർത്ഥം മുകല്ലഫീകളായ എല്ലാവരും അതിൽ പെട്ടു. അതിനാരും ഒഴിവില്ല. അതേസമയത്ത് ഇനി ഷഹാദത്ത് നോക്കുക. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഹാക്കിമീകളിലേക്ക് ഉയർത്താൻ പറ്റുന്ന വിധത്തിൽ ജനങ്ങളിൽ ചില ആളുകളുമായി പ്രത്യേകം നിൽക്കുന്ന ഒരു കാര്യം, അതിനെ കുറിച്ച് വർത്തമാനം പറയുക ഷഹാദത്ത് എന്നുള്ളതാ. അതിനിപ്പോ നമുക്കൊരു ഉദാഹരണം പറയാൻ എങ്ങനെയാണ്? അഷ്ഹദു, ഞാൻ സാക്ഷി നിൽക്കുന്നു. എന്ത്? ബി അന്നലി ഫുലാനിൻ, മുഹമ്മദ് കാക്കാക്ക് കിട്ടാനുണ്ട്. അലാ ഫുലാനിൻ, പോക്കരാക്കാന്റെ മേലായിട്ട് കഥ 1000 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറയാം. ഇവിടെ ഇപ്പോ ഫുലാൻ അലാ ഫുലാൻ ഇതെല്ലാവർക്കും ബാധകമായ ഒന്നല്ല. ഇത് ചിലവരെ കൊണ്ട് പ്രത്യേകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സാക്ഷി നിൽക്കുന്ന ഒരു ഇഖ്ബാർ ഇവിടെ ഉണ്ട്. ഇതിലാണെങ്കിൽ ഹാക്കിമിനെ കൊള്ള എന്ത് ചെയ്യാം? ഉയർത്താനും പറ്റും. ഒരു വിധി കർത്താവിന് മുന്നിലേക്ക് ചെന്നിട്ട് ഈ വിഷയം അവതരിപ്പിക്കാനും പറ്റും. ഇങ്ങനെയുള്ളതാണ് ഷഹാദത്ത്. ഇതാണ് നമ്മുടെ ചർച്ച. ഇനി വഖറജ ബിഇംകാനി തറാവുഇ എന്നല്ല ഇവിടെ പറഞ്ഞത്. തറാവുഇന് ഇംകാൻ ഉണ്ട് എന്നാ പറഞ്ഞു. അതുകൊണ്ട് പുറത്തു പോയി. എന്തുപോയി? അൽ ഇഖ്ബാറു അൻ ഖവാസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾക്ക് പ്രത്യേകമായി നിൽക്കുന്നതിനെ തൊട്ടുള്ള ഇഖ്ബാർ ഇതിൽപ്പെടുന്നില്ല. കാരണം തറാഫുവിന് ഇംകാനുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ പെടാൻ പറ്റില്ല, ഒഴിവായി. അപ്പൊ ഇവിടെ നല്ലത് ഫയംബഇ അത്യാവശ്യമായി വന്നു അൻ യുസാദ ഫി തഅരീഫിൽ അവ്വലി അൽ ഇഖ്ബാറു അൻ ശൈഇൻ ആമിൽ ലാ തറാഫു ഫീഹി എന്ന് പറഞ്ഞ തഅരീഫിൽ കൂടുതലാക്കൽ അത്യാവശ്യമായിരുന്നു. എന്ത്? വാലിബൻ എന്ന് കൊടുക്കുക സാധാരണയിൽ. അപ്പൊ സാധാരണയിൽ എന്നോട് കൊടുത്താൽ എന്തിനാണത്? അത്താലാ യഖ്റുജ മിന്നുൽ ഖവാസു, ആദ്യത്തെ ആ തഅരീഫിൽ നിന്ന് ഒരു ഖവാസ് പോവാതിരിക്കാൻ വേണ്ടി മറ്റു ഖവാസ് പോവുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ പറയാനുള്ളത് ലാ തറാഫുഅ ഫീഹി എന്ന് മുസന്നിഫ് നബി ചെയ്തിട്ടുണ്ട്. വനഫത് തറാഫുഅ ഫീഹി, അതിൽ ആ ഇഖ്ബാറിൽ തറാഫു ഇല്ല എന്ന് മുസന്നിഫ് നബി ചെയ്തു. അതെന്തിനാ നബി ചെയ്തത്? ലി ബയാനിൽ വാഖി, യഥാർത്ഥത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥം അങ്ങനെയുള്ളത് അതിനുവേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ വനഫാന്ന് ഫീലാക്കിയിട്ടും വായിക്കാനും പറ്റും. വനഫിയു തറാഫി ഫീ എന്നും പറ്റും. തറാഫി ഫീഹിയെ നബി ചെയ്യലാകുന്നത് എന്നും വെക്കാം. അതൊക്കെ നഹ്വ് ഖായിദ മനസ്സിലാക്കിയ മൗലവിമാർക്ക് യുക്തം പോലെ ചെയ്യാൻ, തെറ്റാഞ്ഞാ മതി. വമാഫിൽ മർവി, ഇനി ഇവിടെ വേറൊരു വിഷയമുണ്ട്. അപ്പോ ഇഖ്ബാർ എന്നൊക്കെ പറയുമ്പോ നമ്മൾ നിർവചിച്ചല്ലോ. അപ്പൊ ഇഖ്ബാർ വെച്ച് നോക്കുമ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിലുള്ള ഒന്ന് അതെന്താണ്? മിൻ അംരിൻ അംറ് വനഹിയിൻ നഹി വനഹവിഹിമ, ഇത് രണ്ടു പോലത്തൊക്കെ റിപ്പോർട്ടിൽ വരാറുണ്ട്. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലുള്ളതൊക്കെ ഇഖ്ബാറിൽ പെടുവല്ലേ എന്നാണ്. എറിജോ അതൊക്കെ മടങ്ങുന്നത് ഇരൽ ഖബരി, ഖബറിലേക്കാണ്. വാസ്തവത്തിൽ അംറ് നഹി എന്നൊക്കെ പറഞ്ഞ ഇൻഷാ ആണ് ആവേണ്ടത്. എങ്ങനെ ഇഖ്ബാർ ആവുക? പക്ഷെ ഇവിടെ ഇഖ്ബാറിലേക്ക് മടക്കാൻ പറ്റും എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. എങ്ങനെ? തെവീൽ ചെയ്തിട്ട് വേണം.
നേരെ അംറ് യഥാർത്ഥത്തിൽ അംറുലേക്ക് ഇത് പറഞ്ഞാല് ഖബറല്ല, പക്ഷെ അത് ഖബറിലേക്ക് മടങ്ങുന്നുണ്ട് തേവീൽ കൊണ്ട് എന്നർത്ഥം. അതെങ്ങനെ നമുക്ക് തേവീൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണുള്ളത്? നിസ്കാരത്തെ നിങ്ങൾ അതിന്റെ മുറ പോലെ സർത്തും ഫർദും സമയമൊക്കെ നോക്കി നിലനിർത്തുക എന്നുള്ള അർത്ഥം. ഇവിടെ അഖീമു എന്നുള്ളത് അംറാണ്. ഈ അഖീമു എന്നുള്ള അംറ് ഇപ്പൊ ഖബറാവണം, പക്ഷെ ഇത് ഇൻഷായാണ് മുതല് യഥാർത്ഥത്തില്. പിന്നെ വലാ തഖറബു സിന, സിനയോട് നിങ്ങൾ അടുത്തു പോകരുത് എന്നതാണ്. അത് രഹിയുമാണ്. ഇതിന് ഇഖ്ബാറിലേക്ക് മടക്കാൻ തേവീൽ ചെയ്തിൽ. എങ്ങനെ തേവീൽ? മസലൻ ഈ രണ്ടു ഉദാഹരണം ഒരു മസലായി പറഞ്ഞു എന്ന് മാത്രം, ഇതുപോലെ എന്തുടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ അഖീമുസ്വല എന്ന അംറിനെ തേവീൽ ചെയ്യുക അസ്സലാത്തു വാജിബത്തുൻ എന്നാക്കുക. ഈ നിലക്ക് അഖീമുസ്വല എന്തായി ഖബറിലേക്ക് മടങ്ങി. അപ്പൊ ഖബറ എന്ന് പറയാം. അതേമാതിരി വലാ തഖറബു സിന, അതിനെ സിന ഹറാമുൻ എന്ന് വെക്കുക. ഇങ്ങനെ തേവീൽ ചെയ്യണം. ഇങ്ങനെ തേവീൽ ചെയ്യുമ്പോ ലാ തഖറബു സിന എന്ന നഹിയും അഖീമുസ്വലാത്ത എന്ന് പറയുന്ന അംറും എന്തായി ഖബറിലേക്ക് മടങ്ങും. അവ ഇഖ്ബാർ എന്ന് പറയുന്ന തഹരീബിൽ ഇതൊക്കെ വരും എന്നർത്ഥം. ഇത് പുറത്തു പോകൂല. ഖിയാസി, ഇങ്ങനെയാണ് നമ്മുടെ ഖിയാസ് വെച്ചത്. ഈ ഖിയാസ് പ്രകാരം, ഈ നിയമപ്രകാരം ലാ മഹ്ദു ഇഖ്ബാരിൻ ഔ ഇൻഷാഉൻ അലൽ മുഖ്താരീന. ഇങ്ങനെയല്ലേ നമ്മൾ അഖീമുസ്സലാ വലാ തഖറബുസ്സിന എന്നതിനൊക്കെ തേബീൽ ചെയ്ത് ഖബറിലേക്ക് മടക്കി വിട്ടു. ഇതേ ഖിയാസ് വെക്കുമ്പോ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്ന യഷ്ഹദു എന്നുള്ള പദം ഇഖ്ബാർ അല്ലല്ലോ, ഇൻഷാ ആണ്. എങ്ങനത്തെ ഇൻഷാ? തളമ്മന, അത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അൽ ഇഖ്ബാറ, ഇഖ്ബാറിനെ. എന്തുകൊണ്ട് ഇഖ്ബാർ? ബിൽ മഷ്ഹൂദ് ബിഹി, മഷ്ഹൂദ് ബിഹി കൊണ്ടുള്ള ഇഖ്ബാറിനെ. മഷ്ഹൂദ് ബിഹി അപ്പൊ ഏതുകൊണ്ടാണോ സാക്ഷി നിൽക്കപ്പെടുന്നെങ്കിൽ അതുകൊണ്ടുള്ളൊരു വിവരം നൽകലാണ്. അതിനെ ഉൾപ്പെടുത്തുന്ന ഒരു ഇൻഷായിയായ പദമാണ് അഷ്ഹദു എന്നുള്ളത്. അപ്പൊ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാല് ഇന്ന ആള് ഇന്ന തെറ്റ് ചെയ്തു, ഇത് ഞാൻ സാക്ഷി നിൽക്കുന്നു. അപ്പൊ ഇവിടെ തളമ്മുനായി ഇഖ്ബാറിന് തളമ്മുന് ചെയ്ത ഒരു ഇൻഷായിയായ പദമാണ് അഷ്ഹദു എന്ന് വെക്കാം. അല്ലാതെ ലാ മഅദു ഇഖ്ബാർ, വെറുമൊരു ഇഖ്ബാർ അല്ല അഷ്ഹദു എന്നുള്ളത്. വെറുമൊരു ഇഖ്ബാർ അല്ല അഷ്ഹദു എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഔ ഇൻഷാഉൻ, അഷ്ഹദു എന്നുള്ളത് ഇൻഷാ ആണ്, ഇഖ്ബാറേ അല്ല. അലൽ മുഖ്താരി, ബലപ്പെട്ട അഭിപ്രായത്തിൽ ഇൻഷാ ആണ്. ഇങ്ങനെ രണ്ട് അഭിപ്രായം അഷ്ഹദു എന്നതിലുണ്ട്. അത് നാളിറുൻ ഇലൽ ലഫ്ളി, ലഫ്ള് കൊള്ള നോക്കിയിട്ടാണ് ഇപ്പൊ ഇൻഷാ എന്ന് പറയുന്നത്. അഷ്ഹദു ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ആ പദം പറഞ്ഞിക്കല്ലേ, അതുള്ള സംഭവം നടന്നിട്ടില്ലല്ലോ. അപ്പൊ ലഫ്ള് കൊണ്ട് നോക്കുമ്പോ അത് ഇൻഷാ ആണ്. എന്തുകൊണ്ട്? ലി വുജൂദി മൾമൂനിഹി ഫിൽ ഖാരിജി ബിഹി, അതുകൊണ്ട് അഷ്ഹദു എന്ന പദം കൊണ്ട് ബാഹ്യമായി അത് ഉൾക്കൊണ്ടൊരു അർത്ഥമുണ്ട് ഇവിടെ. ആ അർത്ഥം ഇവിടെ ഉണ്ടായതിന് വേണ്ടി ഉള്ള ലഫ്ളാണ് അഷ്ഹദു. അപ്പൊ ആ ലഫ്ള് എന്നതിലേക്ക് നോക്കുമ്പോ എന്താണ്? അത് ഇൻഷാ എന്ന് പറയാം. അതുകൊണ്ട് ഉണ്ടാവുന്ന അർത്ഥം പുറത്തു വേറുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ടല്ല. വഇലാ മുതഅല്ലിഖിഹി, അതിന്റെ തഅല്ലുഖ് കൊള്ള നോക്കിയിട്ടും. അപ്പൊ അതിന്റെ തഅല്ലുഖ് കൊള്ള നോക്കിയിട്ടും ലഫ്ള് കൊള്ള നോക്കിയിട്ടും ഒക്കെയാണ് ഇവിടെ ഇൻഷാ എന്ന് പറയുന്നത് എന്നാണ്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ ഖൗൽ അഷ്ഹദു എന്ന് പറയുന്ന ആദ്യത്തെ ഖൗലില്ലേ, ഈ അഷ്ഹദു എന്ന് പറയുന്ന ആദ്യത്തെ ഖൗൽ അതാണത്. അത് ഇൻഷാഉ തളമ്മന പറഞ്ഞ വാക്ക് എന്തുകൊണ്ടാണ് ഇഖ്ബാറിനെ ഉൾപ്പെടുത്തുന്ന വിധം ഇൻഷാ ആയത് എന്നുള്ളത് അവിടുക്കാ ചർച്ച. അല്ലാതെ വെറും ഇൻഷാ അൽ മുഖ്താർ എന്നുള്ളിടത്തേക്കല്ല.
ഇഖ്ബാറിനെ ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള ഇൻഷാ ആണ് അഷ്ഹദു എന്നുള്ളത് വന്നത്. എങ്ങനെയാ? അഷ്ഹദു എന്ന പദം കൊണ്ട് ഖാരിജിൽ എന്താണോ അഷ്ഹദിൽ ഉൾപ്പെടുത്തിയത് അത് ഉണ്ടായതിന് വേണ്ടി ലഫ്ള് കൊള്ള നോക്കി, അതിന്റെ മുതഅല്ലിഖ് കൊള്ള നോക്കി എന്നാണ്. അപ്പോ നമുക്ക് എങ്ങനെ നോക്കാം? ഇവിടെ അതിന്റെ മദ്മൂൻ എന്ന് പറഞ്ഞാൽ ലഫ്ളിന്റെ മദ്മൂൻ അഷ്ഹദു എന്നതിന്റെ മദ്മൂൻ എന്താ? ഷഹാദത്തു ഷാഹിദീൻ, ഒരു ഹാക്കിമിന്റെ അടുക്കൽ ഇതാ ഷഹാദത്താണ് ഷാഹിദിന്റെ എന്നതാണ് പദം. അതാണ് മദ്മൂന്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിധികർത്താവിന്റെ അടുക്കൽ പോയിട്ട് പറയുന്നു ഷാഹിദ് എന്ന് പറയാ, ഷഹാദത്താണ്, ഈ ഷഹാദത്തിന് ഞാൻ വീട്ടി എന്നതിനർത്ഥം. ഇതുണ്ടാവുക എന്താണ്? ഈ ലഫ്ള് കൊണ്ട് ഖാരിജിൽ അത് നടക്കും. അഷ്ഹദു എന്ന പദത്തിന് മേൽ ഒഴിഞ്ഞു വരുന്ന ഒന്നാണ്. അപ്പൊ അഷ്ഹദു എന്ന പദമാണെങ്കിൽ ഇൻഷാ ആണ്. ഇൻഷാ ആയതോടൊപ്പം തന്നെ അതിന്റെ ഖാരിജ് പുറത്തുണ്ടായി തീർന്നു. അങ്ങനെ പുറത്തുണ്ടായി തീരുമ്പോൾ അത് ഇഖ്ബാറിനെ ഉൾപ്പെടുത്തി. ഇഖ്ബാർ എന്താണ്? ഷാഹിദിന്റെ ഷഹാദത്താണ്. അതാണ് അഷ്ഹദു എന്നതിന്റെ ലഫ്ളിന്റെ മദ്മൂൻ ഷാഹിദിന്റെ ഷഹാദത്താണ്. ഷാഹിദിന്റെ ഷഹാദത്താണെന്ന് പറഞ്ഞാൽ ആ ഷഹാദത്ത് ഞാൻ വീട്ടിയാക്കിവിനെടുക്കൽ എന്നുള്ളതാണ്. അങ്ങനെ ഇഖ്ബാറിനെ ഉൾപ്പെടുത്തി, അതാണ് ഇഖ്ബാറിനെ ഉൾപ്പെടുത്തി ഇൻഷാ എന്ന് പറയുന്നത്. പിന്നെ മുതഅല്ലിഖ് എന്ന് പറഞ്ഞാൽ ആ ലഫ്ളിന്റെ മുതഅല്ലിഖ്, ആ മുതഅല്ലിഖിലേക്ക് നോക്കി. മുതഅല്ലിഖ് ഏതാ? മഷ്ഹൂദ് ബിഹിയ. ഏതൊന്നിനോടാണോ ഇത് സാക്ഷി നിൽക്കപ്പെടുന്നെങ്കിൽ ഈ അഷ്ഹൂദിന്റെ ബന്ധം ആ മഷ്ഹൂദ് ബിഹിയോടാണ്. ആ മഷ്ഹൂദ് ബിയോടായതുകൊണ്ട് തഅല്ലുഖ്. അപ്പൊ അതിലേക്ക് നോക്കുമ്പോഴും അതുപോലെ തന്നെ ഇതിന്റെ മദ്മൂന് ഖാരിജിൽ ഉള്ളത് കൊണ്ടും അഷ്ഹദു എന്ന പദം ഇൻഷാഓടൊപ്പം ഇഖ്ബാറായി മാറി എന്ന് വെക്കാം. വസാരി, രണ്ടാമത്തേത് ഇൻഷാ എന്ന് പറഞ്ഞല്ലോ, അത് ഇരൽ മുതഅല്ലിഖ്, മുതഅല്ലിഖിലേക്ക് മാത്രം നോക്കി. അഷ്ഹദുവിന്റെ മുതഅല്ലിഖിലേക്ക് മാത്രം, അഷ്ഹദു ലഫ്ളിലേക്ക് നോക്കിയിട്ടില്ല. മുതഅല്ലിഖ് മഷ്ഹൂദ് ബിയാണ്, അതിലേക്ക് മാത്രം നോക്കുമ്പോൾ ഇൻഷാ. വസാലിസ്, മൂന്നാമത്തെ ഒരു ഖൗല് ഇരൽ ലഫ്ളി, ലഫ്ള് കൊള്ള മാത്രം നോക്കി. വഹുവ തഹ്ഖീഖ്, ഇതാണ് ഇവിടെ പറയാനുള്ള തഹ്ഖീഖ് എന്നതാണ്. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. പിന്നെ അപ്പൊ മുതഅല്ലിഖ് കൂടാതെ ഒരു മാനുണ്ട്. ആ മാനാക്ക് വെച്ചത് ആ ഒരു പദം എന്നാണ് തഹ്ഖീഖ്. മുതഅല്ലിഖ് ഇല്ലാതെ ഫലം തതവാറദ് സലാസത്തു അലാ മഹല്ലി വാഹിദിൻ, ഒരൊറ്റ സ്ഥലത്ത് ഇത് മൂന്നും കൂടി ബന്ധമായിട്ടില്ല, വന്നിട്ടില്ല. ഒരൊറ്റ സ്ഥലത്ത് ഇതെന്തായിട്ടില്ല, മൂന്നും കൂടി വന്നിട്ടില്ല എന്നവർ. വലാ മുനാഫാത്ത ബൈന കൗനി അഷ്ഹദു ഇൻഷാഅൻ ഓ കൗനു മഅന ഷഹാദി ഇഖ്ബാറൻ. അങ്ങനെ വരുമ്പോ അഷ്ഹദു എന്ന പദം ഇൻഷാ ആവുക, ഷഹാദത്തിന്റെ അർത്ഥം ഇഖ്ബാർ ആവുക എന്നുള്ളതിൽ യാതൊരു എതിരുമില്ല. ലിഅന്നഹു, കാരണം അഷ്ഹദു എന്നുള്ളത് അങ്ങനെ ആവുന്നതിന് എതിരില്ല എന്ന് പറയാൻ കാരണം അഷ്ഹദു എന്നുള്ളത് ശീഅത്തുൻ മുഅദ്ദിയത്തുൻ ലിദാലിക്കൽ മഅനാ ബിമുതഅല്ലിഖിഹി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് അഷ്ഹദു എന്നുള്ള പദം അതിന്റെ മഅനയെ വീട്ടുന്നതാണ്. എന്തിനോട് ബന്ധിച്ചിട്ട്? അതിന്റെ മഅന മുതഅല്ലിഖിനോട് ബന്ധിച്ച. അപ്പൊ മുതഅല്ലിഖ് മഷ്ഹൂദ് ബിഹിയാണ്, അതിനോട് ബന്ധിക്കുന്ന അർത്ഥമാണ് സാക്ഷി നിൽക്കുക എന്നുള്ളത്. ആ സാക്ഷി നിന്നു എന്നുള്ളതിന് എന്താണ്? അപ്പൊ മഷ്ഹൂദ് ബിഹി, ആ മഷ്ഹൂദ് ബിഹി കൊണ്ട് സാക്ഷി നിൽക്കുക എന്നുള്ളതിനെ വീട്ടി എന്നറിയിക്കുന്ന പദമാണ് അഷ്ഹദു. അപ്പൊ അതുകൊണ്ട് ഇൻഷാ ആവാം, ഇഖ്ബാറുമാകാം, കുഴപ്പമില്ല. ഇനി ഇടപാടുകൾ നടത്തുന്ന സമയത്തുള്ള വചനങ്ങൾ അതിപ്പോ എന്തായിരിക്കും? ഏതുപോലെയൊക്കെ ബിഅ്തു, ഇഷ്തറൈതു, സവ്വജ്തു, തസവ്വജ്തു, ഈ പദങ്ങളൊക്കെ ഇൻഷാ ആണ് എന്നാണ്. അതായത് ബിഅ്തു ഞാൻ വിറ്റു, ഇഷ്തറൈതു ഞാൻ വാങ്ങി, സവ്വജ്തു ഞാൻ വിവാഹം ചെയ്തു കൊടുത്തു, തസവ്വജ്തു ഞാൻ കല്യാണം കഴിച്ചു. ഇതൊക്കെ പറയുമ്പോ എന്താണ് ഇവിടെ? ഇതൊക്കെ ഇൻഷാ ആയിട്ട് നിൽക്കും. എന്താ ഇൻഷാ? ലിവജൂദി മദ്മൂനിഹ, ഈ പറഞ്ഞ പദങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ അർത്ഥമുണ്ട് ഇവിടെ. ആ അർത്ഥം ഖാരിജിൽ അതുകൊണ്ടുണ്ടായി, അതുകൊണ്ട് അത് ഉണ്ടാവലുണ്ടാക്കുന്നതാണിത്. വാങ്ങി എന്ന് പറയുന്നൊരു പ്രവൃത്തിയോടെ ഉണ്ടാവണം, അതാണ് പ്രവൃത്തി, അതാണ് മദ്മൂന്. അത് ഖാരിജിലുണ്ടായി. ആ ഉണ്ടാവലിന് ഉണ്ടാക്കുന്നൊരു പദമാണ് ഇഷ്തറൈത്തോ.
അല്ലെ കൊടുക്കുക, വിറ്റു, ഇങ്ങനെ ഒരു സംഗതി അത് ഉൾപ്പെടുത്തിയൊരു മാന, ആ ഒരു മാന ഖാരിജിലാണ് ഉണ്ടാവണം. ആ ഉണ്ടാവലിനെ ഉണ്ടാക്കാൻ പറ്റുന്ന പദങ്ങളാണ്. അപ്പൊ ഇൻഷാഇ ആണ്. ഖിലാഫൻ ലി അബി ഹനീഫ, ഇമാം ഹനീഫ തങ്ങൾ പറയുന്നത് എതിരാ, മൂപ്പർ ഇതിനെതിരാ. ഇത് ഇൻഷാ എന്ന് പറയാൻ പറ്റൂല. മൂപ്പരോടെ പറഞ്ഞത് ഫി ഖൗലിഹി, മഹാനവരുടെ വാക്കിൽ പറഞ്ഞു, അന്നഹ ഇന്നഹ ഇഖ്ബാർ അലാ അസ്ലിഹ, ഈ പറഞ്ഞ സീഖകൾ അതിന്റെ അടിസ്ഥാന പ്രകാരം തന്നെ ഇഖ്ബാറാണ്. എന്തുകൊണ്ട്? ബിഅൻ യുഖദ്ദറ വജൂദു മദ്മൂനിഹാ ഫിൽ ഖാരിജി ഖുബൈല തലഫ്ദ് ബിഹി ബിഹാ, ഈ സീഖകൾ കൊണ്ട് മൊഴിയുന്നതിന്റെ അല്പം മുമ്പ് തന്നെ ബാഹ്യമായി ഇതിന്റെയൊക്കെ അർത്ഥം എന്താണോ അതിവിടെ ഉണ്ടായിട്ടുണ്ട് സങ്കല്പിച്ചു കൊടുക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോ അതിന്റെ മേൽ അറിയിക്കുന്ന പദമായി അടിസ്ഥാനപരമായി ഇത് ഇഖ്ബാറാണ്, അല്ലാതെ ഇൻഷാ അല്ല എന്നാണ് ഇമാം അബു ഹനീഫ തങ്ങൾ പറയുന്നത്. എങ്കിൽ ഖാദിയാർ എന്ന് പറയുന്നു, ഖാൽ ഖാദി അബൂബക്കർ ബാഖില്ലാനി മഹാൻ പറയുന്നത്, യസ്ബുത്തുൽ ജുർഹു വത്തഅദീലു ബിവാഹിദിൻ ബിർറിവായത്തി വശഹാദത്തി നളറൻ ഇലാ അന്ന ദാലിക ഖബർ. അത് വിഷയം വേറെയാ, അത് വിഷയം അപ്പൊ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ചർച്ച വേറെയാണ്. റിവായത്തിലും ഷഹാദത്തിലും ഇത് രണ്ടിലും കൂടി ഒരാളെ കൊണ്ട് രീതിയാക്കുക, അയാൾക്ക് മോശം വരിക എന്നുള്ള സ്ഥിരപ്പെടുന്നത് രണ്ടിലും കൂടി ഒരാളെ കൊണ്ട് സ്ഥിരപ്പെടും എന്നാ പറയുന്നത്. തഅദീലാക്കലും അതുപോലെ ജുർഹ് മോശം വരുത്തലും ഒക്കെ സ്ഥിരപ്പെടുന്നത് ഒരാളെ കൊണ്ട് തന്നെ റിവായത്തിലും ഷഹാദത്തിലും ഉണ്ടാവും, സ്ഥിരപ്പെടും എന്നാണ് ഖാദിയുടെ അഭിപ്രായം. മൂപ്പര് പറയുന്നത് വെറുതെ ഒന്നുമല്ല, നളറൻ ഇലാ അന്ന ദാലിക ഖബർ, അത് ഖബറല്ലേ, അപർണക്ക് ഖബറാണല്ലോ. അപ്പൊ അതിലേക്ക് നോക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞാൽ തന്നെ ഒരാളെ കൊണ്ട് തന്നെ നീതിയാക്കാനും ജുർഹുണ്ടാവാനൊക്കെ സ്ഥിരപ്പെടുത്താൻ റിവായത്തിലും ഷഹാദത്തിലും പറ്റും എന്നുള്ളതാണ്. നമുക്കീല പറയപ്പെട്ടിട്ടുണ്ട് ഫിർ റിവായത്തി, ജുർഹും തഅദീലൊക്കെ റിവായത്തിലുള്ള ഒരാളെ കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജുർഹും തഅദീലൊക്കെ കൊണ്ട് റിവായത്തിൽ മാത്രം, ഷഹാദത്തിന് എതിരാണ്. വാസ്തവത്തിൽ റിവായത്തിൽ മാത്രം ആണ് ഇതൊക്കെ നോക്കുക എന്നുള്ള മുഴുത്തമത. ഷഹാദത്തിന് എതിരെന്ന് പറയാൻ കാരണം അതൊരു ആയത്തിൽ തനാസുബി ഫീഹിമ, ഷഹാദത്തിലും അതുപോലെ തന്നെ റിവായത്തിലും ഉള്ള ബന്ധം, അത് രണ്ടിന്റെ ഇടയിലുള്ള തനാസുബിന് ബന്ധമുണ്ട്. ആ തനാസുബ് എന്താണ്, ആ യോജിപ്പ് എന്നൊക്കെ നോക്കിയിട്ടാണ് പരിശോധിച്ചിട്ട. കാരണം ഫൈനൽ വാഹിദ, ഒരാൾ എന്നുള്ളത് യുഖ്ബലു ഫി റിവായത്തി, റിവായത്ത് സ്വീകരിക്കപ്പെടും. ദൂര ഷഹാദത്തി, സാക്ഷിയിൽ ഒരാൾ പോരല്ലോ, റിവായത്തിൽ ഒരാൾ മതി, ഷർത്തും ഒക്കെ ഒത്ത ഒരാൾ. അപ്പൊ അതുകൊണ്ട് റിവായത്തിൽ എന്ത് വേണം, തഅദീലും ജുർഹും റിവായത്തിലാണ് സ്ഥിരപ്പെടുന്നത്, ഷഹാദത്തിലല്ല ഒരാളെ കൊണ്ട് എന്ന് പറഞ്ഞത്. വഖീല പറയപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ അഭിപ്രായം, ലാ ഫീഹിമ, രണ്ടിലുമില്ല. രണ്ടിലുമില്ല എന്ന് പറഞ്ഞത് നളറൻ ഇലാ അന്ന ദാലിക ഷഹാദത്തു, കാരണം അത് ഷഹാദത്തല്ലേ. അപ്പൊ പല ബുദ്ധ ഫീഹി, ഷഹാദത്തില് കൂടാതെ കഴിയില്ലല്ലോ അവരിൽ അഗതി എണ്ണം, ഒരാള് പോരല്ലോ. അപ്പൊ അതുകൊണ്ട് റിവായത്തിലും ഷഹാദത്തിലും ജുർഹും തഅദീലും സ്ഥിരപ്പെടൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മൂന്ന് അഭിപ്രായം. വഖാൽ ഖാദി അവറുകൾ വീണ്ടും പറയുന്നു, റിവായത്തിലും ഷഹാദത്തിലും ഒരാളെ കൊണ്ട് തഅദീലും ജുർഹും സ്ഥിരപ്പെടും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മൂപ്പര് പറയുന്നു അൽ ഇത്ലാഖു ഫീഹിമ, അൽ ഇത്ലാഖു എന്ന് പറയുന്നു. യഖിഫിൽ ഇത്ലാഖു ഫീഹിമ, ജുർഹ് തഅദീല്, തഅദീൽ നീതിമാനാണെന്ന് പറയലാണ്, ജുർഹ് മോശം എന്ന് പറയലാണല്ലോ. ഇത് രണ്ടിലും എന്താണ് പൊതുവെ അത് പറഞ്ഞാൽ മതിയാകും, അവർ നീതിയുണ്ട്. ഫലാ യഹ്താജു ഇലാ ദിക്രി സബബിഹിമ ഫിൻ റിവായത്തി വശഹാദത്തി, സാക്ഷിയിലും റിവായത്തിലും തഅദീലും അതുപോലെ ജുർഹും ഇത് രണ്ടും ആയതിന്റെ കാരണം പറയേണ്ട ആവശ്യമില്ല. ജുർഹാണോ തഅദീലാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തിപ്പോ അങ്ങനെ പറഞ്ഞത്? കാരണം പറഞ്ഞതൊരു വ്യക്തമാവൂലേ? അത് പറയാൻ കാരണം ഇക്തിഫാ ബി ഇൽമിൽ ജാരിഹി വൽ മുഅദ്ദിൽ ബിഹി. ഇത് ജുർഹാണെന്ന് പറയുന്ന ആള്, അയാൾക്ക് അറിയാലോ എന്താ ഈ രാവിലുള്ള ജുർഹ്, അറിയോ മതി. ഇയാൾ നീതിമാനാണെന്ന് പറയുമ്പോ നീതി ആക്കുന്ന ആളുണ്ടല്ലോ, അയാൾ അതുകൊണ്ട് അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ബാലർക്ക് ഇപ്പൊ അറിയേണ്ട ആവശ്യമല്ല. അതുകൊണ്ട്
എങ്കിൽ അവിടെ ഒരു കീലയുണ്ട് യുദ്ക്കറു സബബുഹുമ, അങ്ങനെ പറ്റൂല. അത് ജുർഹിന്റെയും തായീദിന്റെയും കാരണം പറഞ്ഞേ പറ്റൂ. വലാ യഖ്ബി ഇത്ലാഖുഹുമ, ഓല് അത് രണ്ടിന്റെയും കാരണം പറയാതെ വെറുതെ പോയാൽ മതിയാവില്ല. അവിടെ തായീദില് ജുർഹ് എന്ന് പറഞ്ഞ പോലെ കാരണം പറയണം എന്നുള്ളതാ. എന്താ അങ്ങനെ പറയാം? അതിൽ ഇഹ്തിമാലി അയ്യുജ്റഹ ബിമാ ലൈസ ബിജുർഹിൻ. ഇവിടെ എന്തൊരു കാരണം പറഞ്ഞത്? ഏത് ജുർഹിന്റെ ഒരു കാരണം ഉണ്ടാവും. ഈ ജുർഹ് അല്ലാത്ത മറ്റൊരു ജുർഹ് അവിടെ ഉണ്ടാവാലോ. അപ്പൊ ജുർഹാണെന്ന് പറഞ്ഞു. അത് ജാരിഹ് ജുർഹ എന്ന് പറയുന്നതോടൊപ്പം ഈ പറഞ്ഞ ജുർഹ അല്ലാത്തൊരു മറ്റൊരു ജുർഹ അവിടെ വരാം. വായി ഉപാധന തഅദീലി അങ്ങനെ രീതിയാക്കലിലേക്ക് വേഗം ഉടരും ചെയ്യാം. അമലൻ ബിൽ ലാഹിരി, ലാഹിർ കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരാലോ. അപ്പൊ ആ കാരണം പറഞ്ഞാൽ നമ്മൾ പോകും. അപ്പൊ ഇത്ലാഖ് ഒഴിവാക്കണം. വഖീല പറയപ്പെടുന്നു. എന്താ പറയുന്നത്? യുദ്ക്കറു സബബു തഅദീലി ഫഖത്ത്, ജുർഹിന്റെ കാരണം പറയണ്ട, തഅദീലിന്റെ കാരണം പറഞ്ഞാൽ മാത്രം മതി. ഐ ദൂന സബബിൽ ജുർഹി, ജുർഹിന്റെ കാരണം പറയേണ്ടതില്ല. കാരണം അന്ന മുത്ലഖൽ ജുർഹ്, പൊതുവെ ജുർഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഇനി അവിടെ പരിശോധിക്കാനില്ല. യുബ്തിലു സിഖത, ആ റാവിയെ കുറിച്ചുള്ള സിഖത്ത് പോയി, ആൾ ഉറപ്പില്ലാത്ത ഒരാളത് കിട്ടും. മുത്ലഖു തഅദീല്, വെറും തഅദീൽ എന്ന് പറഞ്ഞാലോ ലാ യുഹസ്സിലുഹ, ആ സിഖത്തിന് അത് ഹാസിലാക്കി തരൂല. എന്തുകൊണ്ട്? ലിജവാദിൽ ഇഅ്തിമാദി ഫീഹി, ആ തഅദീലിൽ ഇഅ്തിമാദ് ചെയ്യുക അല ലാഹിർ, ലാഹിറിൽ ഇഅ്തിമാദ് ചെയ്താൽ പറ്റുമല്ലോ. അതുകൊണ്ട് സിഖത്ത് കിട്ടണോ തഅദീലിന്റെ സബബ് പറയണം. റിവായത്തിലുള്ള ജുർഹിന്റെ സബബ് പറയേണ്ടതില്ല. അത് ജുർഹ് കൊണ്ട് തന്നെ പോയി. സിഖത്ത് ഉയരണമെങ്കിൽ തഅദീൽ കൊണ്ട് മാത്രം കിട്ടൂല സിഖത്ത്. അതിന്റെ കാരണമാണ് തഅദീലിൽ ലാഹിർ നോക്കുമ്പോ അങ്ങനെ പറയാലോ. അവൻ സബബ് പറയുമ്പോഴേ ഒന്നുകൂടി നമുക്ക് ഉറപ്പാകുള്ളൂ അതൊരു സബബ് പറയണമെന്നാ. ഇനി ശാഫിഈ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തിരിച്ചാക്കുമ്പോ വഖാല, മഹാൻ പറയുന്നു, യുദ്കറു സബബുൽ ജുർഹി, ജുർഹിന്റെ കാരണം പറയണം, തഅദീലിന്റെ കാരണമല്ല, ജുർഹിന്റെ കാരണം പറയേണ്ടത്. എന്തുകൊണ്ട്? ലിൽ ഇഖ്തിലാഫി ഫീഹി, ജുർഹിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. അപ്പൊ ആ കാരണം പറയുമ്പോൾ ആ പോകും. ദൂന സബബി തഅദീലി, നീതിയാക്കാനുള്ള കാരണം എന്താണെന്ന വിഷയത്തിൽ ഇഖ്തിലാഫില്ല. അപ്പൊ ഇഖ്തിലാഫുള്ളൊരു കാരണം പറയണം. ഇഖ്തിലാഫ് ഇല്ലാത്തിന്റെ കാരണം എന്തിനാ പറയുന്നത്? ഇതാ ആ ചോദ്യം കീലക്കാർക്ക് കൊടുത്ത മറുപടി. ഓഹുവ ആ അക്സു ഷാഫിഈ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ അക്സാക്കിയ അക്സ് അൽ മുഖ്താറു, അത് വിലപ്പെട്ടതാണ്. ഷഹാദത്തി, ഷഹാദത്തിൽ വിലപ്പെട്ടതാണ്. അപ്പൊ ജുർഹിന്റെ കാരണം പറയുക എന്നുള്ളത് തഅദീലിന്റെ കാരണം പറയണ്ട, ജുർഹിന്റെ കാരണം പറയുന്നത് ഷഹാദത്തിൽ വിലപ്പെട്ടതായി. അപ്പൊ റിപ്പോർട്ടിലോ അമ്മർ റിവായത്തു, അപ്പോൾ ഹദീസിന്റെ നിവേദനം ഫയഖ്ബിൽ ഇത്ലാഖു ഫീഹി അൽ ജുർഹ്, അവിടെ ഇത്ലാഖ് പറഞ്ഞാൽ മതി, കാരണമൊന്നും പറയേണ്ടതില്ല. ലിൽ ജുർഹി, ജുർഹിന് അത് ഇത്ലാഖാക്കിയാൽ മതി. അവിടെ കാരണം പറഞ്ഞ് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല. തഅദീൽ പോലെ തന്നെ തഅദീലിന് സബബ് വേണ്ടല്ലോ എന്നതുപോലെ ജുർഹ് സബബ് വേണ്ട. റിവായത്തിൽ ഷഹാദത്തിൽ വേണം എന്ന് പറയുന്നത് എപ്പോഴാണ് ഇപ്പൊ പറഞ്ഞത് അറിയോ? ഇത്ലാഖ് മതി റിവായത്തിൽ നിന്ന് എപ്പോ പറഞ്ഞതാണ്? ഇദാ ഉരിഫ മദ്ഹബുൽ ജാരിഹി, ജുർഹ് ചെയ്യുന്ന ആളുണ്ട് ഇവിടെ, ഇയാള് മോശക്കാരെന്ന് പറയുന്നുണ്ടല്ലോ ഈ റിപ്പോർട്ടകൻ. ഈ റിപ്പോർട്ടകന്റെ ജുർഹ് കണ്ടെത്തിയ ജാരിഹുണ്ട് ഇവിടെ. ആ ജാരിഹിന്റെ മദ്ഹബ് എന്താണെന്ന് അറിയണം. ആ മദ്ഹബ് അറിയപ്പെട്ടാൽ ജുർഹിന് കാരണം പറയേണ്ടതില്ല. എന്തിനാല്? മിൻ അന്നഹു ലാ യജ്റഹു ഇല്ലാ ബിഖാദിഹി, ഇദ്ദേഹം ജാരിഹ് ജുർഹാക്കൂല ഇല്ലാ ബിഖാദിഹി, എന്തെങ്കിലും ഒരു മോശമുള്ള ഒന്നുകൂടെ വേണം. ആ ഖാദി കൊണ്ട് തന്നെ എന്താക്കുള്ളൂ? ജാരിഹ് ഈ റാവിയെ ജുർഹ് ഉണ്ടെന്ന് പറയുള്ളൂ. അങ്ങനെ അറിയണം. വലാ യുക്തഫ ബിമിസ്ലി ദാലിക, എങ്കിൽ
ഇതുപോലത്തത് കൊണ്ടൊന്നും ഷഹാദത്തിൽ മതിയാക്കപ്പെടുകയില്ല. എന്താ ഇതുകൊണ്ടൊന്നും ഷഹാദത്തിൽ മതിയാക്കപ്പെടാത്തത്? ഷഹാദത്തിലുള്ള ഹക്ക് ബന്ധിച്ചത് ബിൽ മഷ്ഹൂദി ലഹു, ആർക്ക് വേണ്ടിയാണോ സാക്ഷി നിൽക്കപ്പെടുന്നതിൽ മഷ്ഹൂദ് ലഹുവിന്റെ ഹക്ക് അവിടെ ബന്ധിച്ചിട്ടുണ്ട്. ആ മഷ്ഹൂദ് ലഹുവിന്റെ ഹക്കിനോട് ബന്ധിച്ചത് കൊണ്ടാണ് ഷഹാദത്തിൽ ഇതുപോലത്തൊന്നും മതിയാവുകയില്ല എന്ന് പറയുന്നത്. അതേ സമയത്ത് റിവായത്തിൽ ഇങ്ങനൊക്കെ മതി എന്ന് വെക്കാം. വഖൗലുൽ ഇമാമി ഐ ഇമാമിൽ ഹറമൈനി വൽ ഇമാമിർ റാസി. ഇമാമൈനി അല്ലേ? ഇമാമൈനി എന്ന് പറഞ്ഞാൽ ഹറമൈനി ഇമാമും ഇമാം റാസിയുമാണെന്ന് മനസ്സിലാക്കുക. റളിയല്ലാഹു അൻഹുമാ ഇവർ രണ്ടുപേരും പറഞ്ഞത് യക്ഫി ഇത്ലാഖുഹുമാ എന്നതാ. ജുർഹ് തഅദീൽ ഇത് രണ്ടിനെയും മൊത്തത്തിൽ പറഞ്ഞാൽ മതി. ആർക്ക്? ലിൽ ആലിമി ബിസബബിഹിമാ, തഅദീലിന്റെയും ജുർഹിന്റെയും കാരണം കൊണ്ട് അറിയുന്ന ആൾക്ക് അയാൾ എന്ത് പറഞ്ഞാൽ മതി? ജുർഹുണ്ട് തഅദീൽ മാത്രം പറഞ്ഞാൽ മതി, കാരണം വിശദീകരിക്കേണ്ടതില്ല. മിൻഹു ആലിമിൽ നിന്ന്, അത് രണ്ടിന്റെയും കാരണം ആലിമിന് അറിയാം. വലാ യക്ഫി മിൻ ഗൈരിഹി, ആലിം അല്ലാത്തവരിൽ നിന്ന് മതിയാവൂല. അപ്പൊ ആലിമിനാകുമ്പോ മതി, ആലിമല്ലാത്തവരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഹുവ റഅ്ഉൽ ഖാദിൽ മുതഖദ്ദിമു, ഈ പറഞ്ഞത് മുമ്പ് നമ്മൾ പറഞ്ഞ ഖാദി അബൂബക്കർ ബാഖില്ലാനി റളിയല്ലാഹു അൻഹു അവരുടെ അഭിപ്രായം തന്നെയാണ് ഇത്. ഇതില്ലാത്ത തഅദീല വജുർഹ ഇല്ലാ മിനൽ ആലിമി ബിസബബിഹിമാ, ഒരാൾ നീതിമാനാണ് ഒരാൾ മോശക്കാരനാണെന്ന് പറയണമെങ്കിൽ അത് രണ്ടിന്റെ കാരണം അറിയുന്നതിൽ നിന്നല്ലാതെ ജുർഹ് തഅദീൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് മതി? ഇത്ലാഖ് മതി. ഫലാ യുഖാലു, അപ്പോൾ പറയപ്പെടൂല. പറയപ്പെടൂല. എന്ത് പറയപ്പെടൂല? അന്നഹു വൈറുഹു, അന്നഹു നിശ്ചയമായിട്ടും എന്ത് വൈറുഹു അത് ഇതാണ്, അത് ഇതല്ലാത്തതാണ് എന്ന് പറയപ്പെടൂല. ഏത്? അത് ഇതല്ലാത്തതാണെന്ന് പറയപ്പെടൂല എന്ന് പറഞ്ഞാൽ രണ്ട് ഇമാമികൾ പറഞ്ഞ ഖൗല് ഖാദിയുടെ അഭിപ്രായം അല്ലാത്തതാണ് എന്ന് പറയപ്പെടൂല. രണ്ട് ഇമാമികൾ പറഞ്ഞത് മഅഹു ഖാദിയുടെ അഭിപ്രായത്തോടുകൂടെ രണ്ട് ഇമാമിയുടെ ഖൗലിനെ ഇബ്നു ഹാജിബും അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇമാമുർ റമേനി രണ്ട് ഇമാമി പറഞ്ഞ ഖൗല് ഖാദിയുടെ അഭിപ്രായം അല്ലാത്തതാണെന്നുള്ളോട് പറയാൻ പറ്റൂല. അങ്ങനെയാണ് അർത്ഥം. പിന്നെയോ അവരെന്താ അവിടെ ഉള്ളത്? ഈ രണ്ട് ഇമാമികളും ഖാദിയാരുടെ കലാമിൽ നിന്ന് ലാസിമായി വന്നതെന്തോ അറിഞ്ഞു, അതുകൊണ്ട് രണ്ടാൾ വ്യക്തമാക്കി പറഞ്ഞു എന്നല്ലാതെ രണ്ടും രണ്ട് അഭിപ്രായമല്ല, ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താ അറിയോ? ജർഹ്. ഈ ജർഹ് എന്ന് പറയുന്ന സാധനം എന്തായി? തആറുളായി. തഅദീലിന്റെ മേൽ അതിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് അള്ളാഹു നമുക്ക് ഖബൂൽ ചെയ്യട്ടെ. ദുആയിരക്കണം. സംശയങ്ങളൊക്കെ നമുക്ക് തീർക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.